മരണശക്തികൾക്ക് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശു തന്നെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മരണവും പിശാചും വിചാരിച്ചു ഇനി യേശു ഉയരില്ല, ഇതോടെ തീർന്നു. പക്ഷേ പിടികൊടുത്തെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റിയില്ല. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് ഈ ഞായറാഴ്ച ശാലോം സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത്, സത്യത്തെ പിടിച്ചു വെക്കുവാൻ ഭോഷ്കിനോ അസത്യത്തിനോ വ്യാജത്തിനോ കഴിയില്ല. ഒരു ദിവസം സത്യം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറഞ്ഞാൽ, യേശുവിനെ സ്വീകരിച്ച നിങ്ങളെ ഒതുക്കി വെക്കുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പൈശാചിക ശക്തികൾക്ക് കഴിയില്ല. സാത്താന്യ ശക്തികൾക്ക് കഴിയില്ല. യാതൊരു ദുർവർത്തമാനങ്ങളും കഴിയില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാവിയോ നിങ്ങളുടെ ഓർമ്മകളെയോ നശിപ്പിക്കാൻ പിശാച് നോക്കുന്ന ഒരു പദ്ധതികളും സാധ്യമാകില്ല. ഇന്നിത് വിശ്വസിക്കുക. ഈ വചനം നിങ്ങളോട് കൈമാറുന്നത്, നിങ്ങൾക്ക് ദൈവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കും ഒരു ഉയർപ്പ്, ഒരു ജയം, ഒരു മുന്നേറ്റം, ഒരു ഉദ്ധാനം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് യഹൂദന്മാരോട് പ്രസംഗിക്കുന്ന ആദ്യത്തെ തന്റെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുകയാണ്. ലോകം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അന്ന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാർ അന്യഭാഷകളിൽ സംസാരിച്ച് ഒരു വലിയ ശബ്ദവും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായപ്പോൾ ആളുകൾ ഒത്തിരി കൂടി. യഹൂദന്മാരുടെ 50 ദിവസം കാത്തിരുന്ന, അല്ലെ 50 ദിവസം തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമാണ്. പെസഹ മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ള 50 ദിവസം. 50ാമത്തെ ദിവസത്തിന്റെ പേരാണ് പെന്തക്കോസ്ത്. അന്നത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് കാത്തിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരിലേക്ക് കടന്നു വന്നു. അവരിലെ യഹൂദന്മാരായിരുന്നു. പക്ഷേ യഹൂദ മതത്തിന്റെ അനുസാരികളല്ലായിരുന്നു. അവർ യേശുവിനെ അനുഗമിച്ചവരായിരുന്നു. അപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ എഴുന്നേറ്റ് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ദൈവമോ മരണഭാഷ്യങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മറ്റ് യഹൂദന്മാരെല്ലാം കൂടെ ചേർന്ന്, അസൂയ കൊണ്ട് യഹൂദന്മാരോട് ചേർന്ന് യേശുവിനെ ക്രൂശിക്കാനായിട്ട് നിർബന്ധിച്ചു. പീലാത്തോസ് അതിന് അനുമതി നൽകി. കാരണം ക്രൂശീകരണം അല്ലെങ്കിൽ മരണശിക്ഷ അക്കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ ഗവർണർമാർക്ക് മാത്രമേ മരണശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട്, കാരണം റോമക്കാർ ഭരിക്കുന്ന സമയമാണ്. അങ്ങനെ യേശുവിന് ക്രൂശുമരണം വിധിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടന്നതാണ്. അല്ലാതെ പിശാച് ഒരു ദിവസം ചെയ്ത കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയിരുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 4-ാം അധ്യായത്തിലെ പത്രോസിന്റെ ശിഷ്യന്മാരുടെ 2ാമത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചു യേശു തീർന്നു, മരിച്ചു, ഇനിയിപ്പം നാമാവശേഷമായി ഇനി ഓർക്കത്തില്ല. പക്ഷെ 3-ാം ദിവസമായപ്പോൾ കർത്താവ് മരണക്കല്ലറകളെ ഭേദിച്ചുകൊണ്ട് യഹൂദന്മാരുടെയും ആ കാലത്തെ ഗവൺമെന്റിന്റെയും മുഴുവൻ കള്ളസാക്ഷ്യങ്ങളെയും തെറ്റായി പ്രചരിപ്പിച്ച വാർത്തകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. പ്രിയമുള്ളവരെ, സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ല. യേശുവിനെ മൂടിവെക്കാൻ കഴിയില്ല. യേശുവിനെ അനുഗമിക്കുന്നവരെയും ഭോഷ്ക് കൊണ്ടോ അശുദ്ധി കൊണ്ടോ ഭീഷണി കൊണ്ടോ മരണം കൊണ്ടോ ഒതുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടല്ലേ എത്രയോ ക്രിസ്ത്യാനികളാണ് ലോകരാജ്യങ്ങളിൽ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നത്. അല്ലെങ്കിൽ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അവരാരും ചാവേർപ്പടകളൊന്നുമല്ല. പക്ഷേ യേശു അകത്ത് വന്നുകൊണ്ട് മരണത്തെക്കാൾ വലിയ സ്നേഹം യേശുവിനാണ്, അല്ലെങ്കിൽ മരണത്തെക്കാൾ ജീവനേക്കാൾ വലുത് യേശുവാണ്. അതുകൊണ്ട് മരിക്കാൻ പോലും തയ്യാറാകുകയാണ് യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന അതാണ്: നിങ്ങളെയും ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ.
യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കും ജയമുണ്ട്. മരണത്തിന്റെ മേൽ ജയമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം നോക്കേ വേണ്ട. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, മരണമാണ് വിഷയം. മരണം അതിന് കാരണമായി തീർന്നത് പാപമാണ്. ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും വലിയ വിഷയത്തെ പരിഹരിക്കാൻ യേശുവിന് സാധ്യമായതുകൊണ്ട് മരണത്തെ പരിഹരിക്കുവാൻ, മരണത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം തന്റെ ഉയർപ്പിലൂടെ വെളിപ്പെടുത്തുവാൻ യേശുവിന് കഴിഞ്ഞതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും അവരുടെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരും. ഹല്ലേലൂയ, ആമേൻ. മരണാനന്തര ജീവിതം ലോകത്തിന് തെളിയിച്ചു കൊടുത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. എല്ലാവരെയും പോലെ മരിച്ചിട്ട് ലോകം വിട്ടുപോയ വ്യക്തിയല്ല. മരണത്തിനപ്പുറത്തേക്ക് ജീവിതമുണ്ടെന്ന് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും തെളിയിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. വിശ്വാസങ്ങളിൽ മാത്രം നിന്നിരുന്നു. എന്നാൽ യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ തെളിയിക്കുകയുണ്ടായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ചരിത്രപരമായ സത്യമാണ്. ചരിത്രപരമായ സത്യമാണ്. അത് തെളിയിക്കപ്പെടാനുള്ള ചില കാരണങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് പറയാം. ഒന്നാമത്, യേശുവിന്റെ തുറന്ന കല്ലറ, ഓപ്പൺ ടൂംബ്, തുറന്ന കല്ലറ ഇന്നും ഇസ്രായേലിൽ കാഴ്ചയാണ്. തുറന്ന കല്ലറ അത് ലോകത്തിന് മുമ്പാകെ സാക്ഷ്യമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സാക്ഷ്യം. രണ്ടാമത്, ദൂതന്മാർ അവരോട്, ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്തത്, ഗവൺമെന്റിന് ഒരു മറുപടി ഇല്ല. യേശുക്രിസ്തുവിന്റെ ഓപ്പൺ ടൂംബ്, തുറന്ന കല്ലറ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ല. നാലാമത്തത്, ശിഷ്യന്മാരുടെ സാക്ഷ്യമാണ്. അവർ പഴയ നിയമത്തിൽ തെളിവുകൾ നിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അവർ സാക്ഷീകരിക്കുകയാണ്. തന്നെയല്ല, അവർ നേരിട്ട് കണ്ട കാര്യം അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നാലാമത്തെ കാര്യം ആണ് ശിഷ്യന്മാരുടെ സാക്ഷ്യം. അഞ്ചാമത്തത്, യേശുക്രിസ്തു 40 ദിവസം താൻ തന്നെ പ്രത്യക്ഷനായി. 40 ദിവസമാണ്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 1 മാസവും 10 ദിവസവും അനേകർക്ക് പ്രത്യക്ഷനായി. അതിൽ ഒരു സമയത്ത് തന്നെ 500 പേർക്ക് പ്രത്യക്ഷനായി. രഹസ്യമായി ഇരുട്ടത്ത് വന്ന് കണ്ടിട്ട് പോകുന്നതല്ല, പകലും രാത്രിയിലും വ്യത്യാസമില്ലാതെ യേശുവിന്റെ പ്രത്യക്ഷത 40 ദിവസത്തെ. ആറാമത്തെ കാര്യം, ശിഷ്യന്മാർ ഭയങ്കര ധൈര്യമുള്ളവരായി മാറി. യേശുവിന്റെ മരണത്തോടുകൂടി ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയിരുന്നു. അവർ മുറിക്കകത്തേക്ക് കയറിയിരുന്നു. എന്നാൽ യേശുവിനെ നേരിട്ട് കണ്ടതിന്റെ തെളിവാണ് ഭയങ്കര ധൈര്യം. യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തും, അല്ലെങ്കിൽ യേശുവിന്റെ പേര് പറയാൻ, യേശുവിന്റെ ഉയർപ്പിനെ പറയാൻ അവർ ജീവൻ കൊടുത്തും പ്രസിദ്ധപ്പെടുത്തുവാൻ അവർ തയ്യാറായി. കാരണം യേശുവിനെ അവർ കണ്ടതുകൊണ്ടാണ്. ഏഴാമത്തെ കാര്യം, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന്റെ തെളിവായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക്, ശിഷ്യന്മാരിലേക്ക് അയച്ചു കൊടുത്തത്. അവർക്കത് പ്രാപിക്കാൻ പറ്റിയപ്പോൾ മനസ്സിലായി യേശു സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. എട്ടാമത്തെ തെളിവ്, ജനകോടികളുടെ ജീവിതത്തിൽ ദൈവം വരുത്തി, യേശുക്രിസ്തു മുഖാന്തരം വരുത്തിയ മാനസാന്തരവും രൂപാന്തരവും, അത് യേശു ജീവിക്കുന്ന ദൈവമാണെന്നുള്ളത് തെളിവാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ജീവൻ ഇന്ന് മനുഷ്യർക്ക് ദൈവം നൽകുകയാണ്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ഇനി നമുക്ക് കുറെ പ്രതീക്ഷകൾ നൽകുന്നു. എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉയർത്തെഴുന്നേൽപ്പ് ഇനി നമുക്ക് നൽകുന്നത്? ഒന്നാമത്, മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് സത്യമാണ്. അത് തെളിയിക്കപ്പെട്ടു. അപ്പൊ ഞാൻ മരിച്ചാലും എനിക്കും അതിനപ്പുറത്തേക്ക് ജീവിതമുണ്ട്. രണ്ടാമത്, സ്വർഗവും നരകവും എന്ന് പറയുന്നത് സത്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും കൂടെ ഈ സത്യം, സ്വർഗമെന്നുള്ളതും ഇനി നരകമെന്നുള്ള യാഥാർത്ഥ്യവും എല്ലാം തെളിയിക്കപ്പെടുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരിച്ചാലും അവർ നിത്യജീവൻ പ്രാപിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കും. നാലാമത്തെ കാര്യം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള സത്യം തെളിയിക്കുകയാണ്. അവൻ പറഞ്ഞതുപോലെ മരിച്ചു, പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവൻ പറഞ്ഞതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സത്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുക. നമുക്ക് ഒരുപക്ഷെ ഡേറ്റ് വ്യക്തമല്ലെങ്കിൽ പോലും യേശു ഉയർത്തെഴുന്നേറ്റുള്ള ആ ഒരു സത്യം, അത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സത്യത്തിന്റെ ദിവസമാണ്. ലോകത്തിന് വെളിപ്പെടുത്താനുള്ള ഭോഷ്കിന്റെ മേലും തിന്മയുടെ മേലും അന്ധവിശ്വാസങ്ങളുടെ മേലുള്ള സത്യത്തിന്റെ ജയമാണ് യേശുവിന്റെ ഉയർപ്പിന്റെ ദിവസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ദിവസം ദൈവം തരും. ആമേൻ. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഭൗതികമായ വിഷയത്തിൽ, നിങ്ങളെ താഴ്ത്തിക്കളയുന്ന വിഷയത്തിൽ, പിശാച് ജയം കൊണ്ടെന്ന് പറയുന്ന വിഷയത്തിൽ, സമൂഹം നോക്കുമ്പോൾ നിങ്ങളെ അടിച്ചു, ഉപദ്രവിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു എന്ന് പറഞ്ഞ താഴ്ത്തി ഇനിയിപ്പം പൊങ്ങുകയെന്ന് പറഞ്ഞ വിഷയത്തിൽ ദൈവം ഒരു ഉയർപ്പ് തരും.
അതിനെതിരെ ആരൊക്കെ പ്രവർത്തിച്ചാലും ആരൊക്കെ തടഞ്ഞാലും നിങ്ങൾക്കെതിരെ ഉയർപ്പ് തരും. യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നിങ്ങൾ ഉയർക്കും. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവം. പിശാചിന്റെ മേൽ ജയമുണ്ട്, രോഗത്തിന്റെ മേൽ ജയമുണ്ട്, മരണത്തിന്റെ മേൽ ജയമുണ്ട്, ശാപങ്ങളുടെ മേൽ ജയമുണ്ട്. സകലത്തിന്റെ മേലും നിങ്ങൾക്ക്, എനിക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയം. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഇന്ന് ഈ ഞായറാഴ്ച, ഈ ഉയർപ്പിന്റെ ദിവസം ഞങ്ങൾ ഒന്നിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. മരണപാശങ്ങളെ അവൻ അഴിച്ചു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ കിടക്കുന്ന സകല മരണശക്തികളും മാറട്ടെ. മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. കർത്താവെ, മരണം പിടിച്ചു വെക്കുന്ന ശക്തികൾ, കർത്താവ്, വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. മരണം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കർത്താവെ, നിന്റെ മക്കൾ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, കൂടുതൽ ജീവൻ അനുഭവിക്കട്ടെ, സമൃദ്ധിയായ ജീവൻ അനുഭവിക്കട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഈ വചനം കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന കാതുകൾ, കർത്താവെ, നിന്റെ ജീവന്റെ ശബ്ദം കേൾക്കട്ടെ. അവർ ജീവൻ ഉണ്ടാകട്ടെ. അവരിലുള്ള എല്ലാ മൃതാവസ്ഥകളും മാറിപ്പോകട്ടെ. ദൈവികമായ ജീവൻ അവരിൽ വ്യാപരിക്കട്ടെ, സമൃദ്ധിയായ ജീവൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. വൈകിട്ട് രാത്രി 10 മുതൽ 11 വരെ, ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും മെസ്സേജും ഉണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂറത്തെ ആരാധനയിൽ ജോയിൻ ചെയ്യാം. പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ആരാധനയ്ക്ക് മറ്റെവിടെയും പോകാൻ സാഹചര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ വഴി ജോയിൻ ചെയ്യാവുന്ന മീറ്റിംഗ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവ സന്ദേശം കേൾക്കാം. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് സൺഡേ.